ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൗക്കി റിവറിൻ്റെ അടുത്തെത്തി. തൊട്ട് മുമ്പ് ഞങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ പോയിന്റ് മൈത്രി ഗേറ്റ് വരെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഡൗക്കി നദി കാണാനാണ്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള നദികളിൽ ഒന്നാണ് ഡൗക്കി റിവർ. ഒരു നദിയെ ഉള്ളെന്ന് തോന്നുന്നു ക്ലീനസ്റ്റ് ആയിട്ടുള്ള അടിത്തട്ട് വരെ കാണാം. നമ്മൾ ബോട്ടിൽ യാത്രയാണെങ്കിൽ ആ നദിയുടെ അടിത്തട്ട് തെളിമയോടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഡൗക്കി. ജയന്തിയ കുന്നുകളുടെ താഴെയുള്ള ഡൗക്കി പട്ടണം എന്നും പറയാൻ പറ്റത്തില്ല, ഗ്രാമം. അതിൻ്റെ അടുത്താണ് ഈ നദി ഒഴുകുന്നത്, ഡൗക്കി റിവർ. ഉമൻകോട്ട് റിവർ എന്നും കൂടെ ഇതിന് പേരുണ്ട്. നല്ല കവുങ്ങുകളുണ്ട് ഇവിടെ, എല്ലാം കവുങ്ങും തോട്ടം. ഈ കവുങ്ങും തോട്ടത്തിനകത്ത് കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടന്ന് കുറച്ച് നടന്നാൽ മതി. നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കരയിലെത്തും. ഇവിടുത്തെ പ്രധാന ഐറ്റം ബോട്ടിംഗ് ആണ്. പിന്നെ സൺസെറ്റും ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. ഡൗക്കി റിവറിൻ്റെ കരയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നല്ല ഉരുളൻ വലിയ പാറക്കല്ലുകൾ നിറഞ്ഞ തീരം. ഇതൊക്കെ തീരമായി മാറിയത് ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണ്. ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ. അപ്പോൾ ഇത് വെള്ളം വരുന്ന സമയത്ത് കടകളൊന്നും കാണത്തില്ല. ബോട്ടിങ് ആൾക്കാർ വളരെ കുറച്ചേ പോകുന്നുള്ളൂ. അതിന് കാരണമുണ്ട്. ഈ വെള്ളം ഇപ്പോൾ ഒരു ഗ്രീനായിട്ട് കിടക്കുന്നെങ്കിൽ അടുത്തിട്ട് കാണുന്ന രൂപത്തിലുള്ള വെള്ളമല്ല, കലങ്ങി കിടക്കുക. അപ്പം അത്ര ഒരു ക്ലീൻ അല്ലെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനകത്ത് കയറി ബോട്ടിങ് നടത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് അരമണിക്കൂർ പോകണം തോണിയിൽ. പ്രവീൺ പടയമ്പത്ത്, മുഹമ്മദ് റിയാസ്, അനിൽ ഭാസ്കർ, അവരെയും കൊണ്ട് ആഞ്ഞ് തുഴയാണ് തോണിക്കാരൻ. ആ പച്ച കളറുള്ള വെള്ളത്തിലൂടെ അങ്ങനെ തോണി നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്നിട്ട് ചോദിച്ചിട്ട് വേണം, അടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം കേട്ടോ സാറേ, കാണാം, അടുത്തിട്ട് കാണാം. ഈ ബോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ നദിയുടെ അടുത്തിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ തെളിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും അവർ വരട്ട് പോയിട്ട് ഒറ്റപ്പാറ അതാണ് ജയന്തിയ കുന്നുകളെന്നുള്ള അവര് പറയുന്നുള്ളൂ. മലനിരകളൊന്നും പറയുന്നില്ല. കുന്നിൻ്റെ അത്ര പൊക്കം ഉള്ളതിന്, അതുകൊണ്ടാണ് കുന്നുകളെന്ന് പറയുന്നത്. അതിനകത്തൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട് കട. സ്പീഡ് ബോട്ടല്ലേ പോകുന്നതെല്ലാം തോന്നുന്നു. സൺസെറ്റ് കാണാൻ പറ്റും. ഏകദേശം 4:45 ആകുമ്പോൾ സൺസെറ്റ് വരും. സൺസെറ്റ് കണ്ടിട്ട് പോവാം. അതുവരെ ഇവിടെ വിശ്രമിക്കാം. പാറക്കൂട്ടത്തിലൊക്കെ ഇവിടെ നടക്കാം. ഞങ്ങളെ ടീം പോയവർ എത്ര വരുത്തിയെന്ന് അറിയത്തില്ല, നോക്കട്ടെ അവരെ. ഞങ്ങളുടെ കൂടെ വന്ന പ്രകാശൻ സാറ്, പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ബോട്ട് പിടിച്ച് യാത്ര ചെയ്യുകയാണ്. എനിക്ക് ആരെയും കൂട്ടിന് വേണ്ട എന്ന മത്സരബുദ്ധിയോടെയാണ് അദ്ദേഹം പോകുന്നത്. ഒറ്റയ്ക്ക് തന്നെ വീഡിയോകൾ പിടിക്കണം, വേറെ ആരും അതിനകത്ത് വരണ്ട എന്നുള്ള മട്ടിൽ പുള്ളി പോവുകയാണ്. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. റീലിൽ സ്പെഷ്യലിസ്റ്റാണ് പുള്ളി ഇപ്പോൾ. പ്രകാശ സാറിൻ്റെ യാനം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ 3 പേര് പോയായിരുന്നു. അവർ തിരിച്ച് വന്നിട്ടില്ല ഇതുവരെ, നേരെ കാണുന്നില്ല. അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുള്ളി എൻ്റെ അണിയത്താണ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് പുള്ളി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അനക്കവും ഇല്ലാതെ ആ തോണി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇടാതാണ്, അതിസാഹസികമായിട്ടാണ് പുള്ളി ആ ബോട്ടിൽ ഇരിക്കുന്നത്. റീൽ ചെയ്യാൻ വേണ്ടി എന്ത് സാഹസികതയും കാണിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രകാശൻ സാറ്. ഞങ്ങളിറങ്ങിയൊരു സ്ഥലമാണ് ഇത്. മറ്റൊരു സ്ഥലത്ത് അപ്പുറത്തൊരു കടവുണ്ട്, അതിലേക്കൂടെ ഇറങ്ങിയിടാം നമ്മൾ. കുറേ കാറുകൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ആ വഴി വന്നിട്ട് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടും ബോട്ടിങ് നടത്താം. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്, അതുവരെ നടത്തിട്ട് വരാം. ഇവിടെ നോക്കിയിട്ട് നടിയത് അടുത്തിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല.
ഇതാണ് ഡോക്കി തൂക്കുപാലം. ഈ തൂക്കുപാലം ഡോക്കി നദിക്ക് കുറുകെയുള്ള തൂക്കുപാലമാണ്. 1938 ഇത് പണിയെടുപ്പിച്ചത്. ഇപ്പോഴും ഇൻടാക്റ്റ്, അനക്കം പോലും ഇല്ല. വണ്ടികളൊക്കെ കടന്നു പോയിട്ട്, വണ്ടി കാറൊക്കെ പോകുന്ന കണ്ടില്ലേ. ഞാൻ ആൾക്കാർ നടന്നു പോകുന്ന കാണുന്നില്ല. നടക്കാൻ പറ്റത്തില്ലയോ എന്നറിയത്തില്ല. നോക്കാം എന്നാലും പോയിട്ട്. അപ്പോൾ ഞാൻ ഈ ബ്രിഡ്ജ് ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി തിരിച്ചു വന്നു. പക്ഷേ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ മേളിലും ഇച്ചിരി മാറിയിട്ട് മാത്രമേ വീഡിയോ എടുക്കാവെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേളിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ കുലുക്കമൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ പോകുമ്പോൾ. നടന്നു വരുമ്പോഴും ചെറിയ കുലുക്കമുണ്ട്. അതിൻ്റെ മേളിൽ നിന്ന് ഡോക്കി റിവറിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. പക്ഷേ ആ വ്യൂ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ല അവർ.